ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നഴ്സസ് ലൂം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. എക്സാംസിന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നൊരു കണ്ടീഷനാണിത്. എൻ്റെ എൻഗ്ലെക്സാലൻ എക്സാമിന് കേസ് സ്റ്റഡി ആയിട്ട് DK ചോദിച്ചിരുന്നു. ഈ വീഡിയോയെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ടോപ്പിക്. ഓക്കെ, എന്താണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് എന്ന് നോക്കാം. First definition, a life-threatening acute complication of type 1 DM caused by severe insulin deficiency. ടൈപ്പ് 1 ഡയബറ്റിസ് മെലൈറ്റിസ് ഉള്ളവർക്ക് സിവിയർ ആയിട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന അക്യൂട്ട് ആയിട്ടുള്ള ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻ ആണ് DKA. ഇനി നമുക്ക് ഇൻസുലിൻ്റെ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇൻസുലിൻ ഗ്ലൂക്കോസിനെ ഇൻസുലിൻ റിസപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. എന്നിട്ട് അങ്ങനെ ഇൻസുലിൻ റിസപ്റ്റേഴ്സ് ഗ്ലൂക്കോസിനെ ബൈൻഡ് ചെയ്ത് അങ്ങനെയാണ് ഈ ഗ്ലൂക്കോസ് സെൽസിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇഫ് സപ്പോസ് ഇൻസുലിൻ ഇവിടെ ആബ്സെന്റ് ആണ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് ഗ്ലൂക്കോസിനെ ബൈൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ബൈൻഡ് ചെയ്തില്ലെങ്കിൽ ഗ്ലൂക്കോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകത്തില്ല. സെല്ലിൻ്റെ ഉള്ളിൽ പോകാതെ ഗ്ലൂക്കോസ് ബ്ലഡിൽ തന്നെ അക്യുമുലേറ്റ് ആയിരിക്കും. അപ്പോഴാണ് ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകുന്നത്. ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ബ്ലഡ് ഷുഗർ ലെവൽ. ഓക്കെ, ഇനി ആ ഗ്ലൂക്കോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് സെൽസിൽ സിവിയർ ആയിട്ടുള്ള സ്റ്റാർവേഷൻ ഉണ്ടാവും. അതായത് സെൽസിൻ്റെ ഉള്ളിലേക്ക് പ്രോപ്പറായിട്ട് ഷുഗർ പോകാത്തതുകൊണ്ട് സെൽസിന് എനർജി ഒട്ടും കിട്ടത്തില്ല. അതുപോലെ സെൽസിന് സ്റ്റാർവേഷൻ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് DKയുടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നോക്കാം. 5 I's ആണ്. ഫസ്റ്റ് I എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ സ്ട്രെസ് ഹോർമോൺസ് കൂടും. അതായത് കോർട്ടിസോൾ, എപ്പിനെഫ്രിൻ ആൻഡ് ഗ്ലൂക്കോഗോൺ കൂടും. അപ്പം ഈ കോർട്ടിസോളൊക്കെ കൂടിക്കഴിയുമ്പോഴത്തേനും അത് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ഫാറ്റ് ബ്രേക്ക് ഡൗണും കൂട്ടും. ഈ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ഒക്കെ പാത്തോഫിസിയോളജിയിൽ നമുക്ക് നോക്കാം. അപ്പം ഇത്രയൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് കൂടും. അപ്പം ഗ്ലൂക്കോസ് പ്രൊഡക്ഷനും കൂടും, ഫാറ്റ് ബ്രേക്ക് ഡൗണും കൂടും. ഓക്കെ, നെക്സ്റ്റ് ഇഞ്ചുറിയിലും സെയിം റീസൺ തന്നെയാണ്. സ്ട്രെസ് ഹോർമോൺസ് കൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഗ്ലൂക്കോസ് പ്രൊഡക്ഷൻ കൂടുന്നത്. നെക്സ്റ്റ് ഇൽനെസ് ഒക്കെ എന്തെങ്കിലും ഇൽനെസ് ഉണ്ടാകുമ്പോഴത്തേനും എക്സാമ്പിൾ പറയുകയാണ് MI അങ്ങനത്തെ എന്തെങ്കിലും ഇൽനെസ് അല്ലെങ്കിൽ സ്ട്രോക്കോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും ബോഡിയിൽ മെറ്റാബോളിക് ഡിമാൻഡ് കൂടും. മെറ്റാബോളിക് ഡിമാൻഡ് കൂടുമ്പോഴത്തേനും ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ ഡിമാൻഡ് കൂടും. ഗ്ലൂക്കോസിൻ്റെ ഡിമാൻഡ് കൂടുമ്പോഴത്തേനും ഓൾറെഡി ഇവിടെ ഇൻസുലിൻ ഡെഫിഷ്യൻസിയാണ്. സെല്ലിലേക്ക് പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് എത്തുന്നില്ല. പക്ഷേ നമ്മുടെ ഇപ്പോൾ ബോഡിയിൽ എന്തെങ്കിലും ഇൽനെസ് വന്നപ്പോഴത്തേനും വീണ്ടും ഗ്ലൂക്കോസ് ഡിമാൻഡ് കൂടുകയാണ്. അപ്പം പ്രോപ്പറായിട്ട് ഗ്ലൂക്കോസ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്താത്തത് കൊണ്ട് അവിടെ ഫാറ്റ് ബ്രേക്ക് ഡൗൺ ആവുന്നു. അങ്ങനെ കീറ്റോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആൽക്കഹോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഡ്രഗ് ഒക്കെ ഓവറായിട്ട് എടുക്കുകയാണെങ്കിൽ അത് സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടും. നെക്സ്റ്റ് ഇംപ്രോപ്പർ ഇൻസുലിൻ അല്ലെങ്കിൽ മിസ്ഡ് ഇൻസുലിൻ ഡോസ്. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഇൻസുലിൻ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു, ചിലപ്പോൾ ചിലർ പറയാണ്ട് ഇൻഫെക്ഷൻ വന്നു അല്ലെങ്കിൽ ഞാൻ അപ്പോൾ ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് ഞാൻ ഇൻസുലിൻ എടുത്തില്ല എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഉറപ്പായാലും ഇൻസുലിൻ എടുക്കണം. കാരണം അത് സ്ട്രെസ് ഹോർമോൺസിനെ കൂട്ടി ഗ്ലൂക്കോസ് വീണ്ടും കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ എന്തെങ്കിലും ഇൻസുലിൻ ഡോസ് മിസ്സായാൽ നമ്മുടെ ബോഡിയിൽ ഷുഗർ കൂടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയാണ് ട്രിഗറിംഗ് ഫാക്ടേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് DKയുടെ പാത്തോഫിസിയോളജി നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫസ്റ്റ് ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആബ്സെന്റ് ഉണ്ടായി. അപ്പോൾ ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആബ്സെൻസ് ഉണ്ടായി കഴിയുമ്പോഴത്തേനും ഇൻസുലിൻ റിസപ്റ്റേഴ്സിന് ഗ്ലൂക്കോസിനെ ബൈൻഡ് ചെയ്ത് സെല്ലിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സെല്ലിൽ സിവിയർ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ഡെഫിഷ്യൻസി ഉണ്ടാവും. അവർക്ക് എനർജി ഉണ്ടാകത്തില്ല. അപ്പോഴത്തേനും നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് ഗ്ലൂക്കഗോണിനെ റിലീസ് ചെയ്യും. ഗ്ലൂക്കഗോൺ റിലീസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും അത് ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ആക്കും. ഈ ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ആക്കുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്റ്റ് ആണ് ഫ്രീ ഫാറ്റി ആസിഡ്സ്, FFA എന്ന് പറയും. ഫ്രീ ഫാറ്റി ആസിഡ്സ്. ഈ ഫ്രീ ഫാറ്റി ആസിഡ്സ് ബ്ലഡ് സ്ട്രീം വഴി ലിവറിലേക്ക് എത്തുന്നു. ലിവറിൽ വെച്ചിട്ട് ഈ FFA ബേൺ ആവുന്നു. അപ്പം FFA ലിവർ വെച്ചിട്ട് ബേൺ ആകുമ്പോൾ ഉണ്ടാകുന്ന ബൈ പ്രോഡക്ട്സ് ആണ് കീറ്റോൺസും ഗ്ലൂക്കോസും. ഓക്കെ, ഈ കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ ഒരു അസിഡിക് നേച്ചർ ഉള്ള സാധനമാണ്. അപ്പം ഇത് കീറ്റോൺസ് ബ്ലഡിൽ ഇൻക്രീസ് ആവുന്നു. അപ്പം ഇൻക്രീസ് ആകുമ്പോഴത്തേനും അത് യൂറിൻ വഴി കൂടെ എക്സ്ക്രീറ്റ് ആയി പോകുന്നു. അപ്പം കിഡ്നീനെ അഫക്റ്റ് ചെയ്യുന്നു, കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നു. അതുപോലെ ഞാൻ പറഞ്ഞു കീറ്റോൺസ് എന്ന് പറഞ്ഞാൽ അസിഡിക് നേച്ചറാണ്. അപ്പം നമ്മുടെ ബ്ലഡിൻ്റെ pH അത് കുറയ്ക്കുന്നു.
ബ്ലഡിന്റെ pH കുറയ്ക്കുമ്പോഴത്തേനും അത് അസിഡോസിസ് ഉണ്ടാക്കും. അതായത് ഇവിടെ മെറ്റാബോളിക് അസിഡോസിസ് ആണ് ഉണ്ടാക്കുന്നത്. ഈ മെറ്റാബോളിക് അസിഡോസിസിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആസിഡ് ബേസ് ഇംബാലൻസ് വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ മുകളിൽ കൊടുക്കാം, പറ്റുന്നവരൊക്കെ എടുത്ത് കാണുക. ഓക്കെ, ഇത് എന്താ അസിഡോസിസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇവിടെ ഓൾറെഡി ലിവറിൽ വെച്ചിട്ട് FFA ബേൺ ആകുമ്പോൾ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കീറ്റോൺസ് ഉണ്ടായി, അതുപോലെ തന്നെ ഗ്ലൂക്കോസ് ഉണ്ടാകുന്നു. പക്ഷെ ഇവിടെ ഗ്ലൂക്കോസ് ഉണ്ടായാലും നമ്മുടെ എന്താ ഇൻസുലിൻ ഇല്ല. ഇൻസുലിൻ വേണം ഗ്ലൂക്കോസിനെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ. പക്ഷെ ഇവിടെ ഇൻസുലിൻ ഇല്ല, അതുകൊണ്ട് ഗ്ലൂക്കോസ് പിന്നെയും കൂടുന്നു. അങ്ങനെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകുന്നു. ഓക്കെ, ഇത്രയാണ് പാത്തോഫിസിയോളജി. ഒന്നുകൂടെ പറയാം. ഇൻസുലിൻ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ആബ്സെന്റ് ആകുമ്പോഴത്തേനും പാൻക്രിയാസ് ഗ്ലൂക്കോഗോണിനെ റിലീസ് ചെയ്യുന്നു. ഈ ഗ്ലൂക്കോഗോൺ ഫാറ്റ്സിനെ ബ്രേക്ക് ഡൗൺ ആയിട്ട് ഫ്രീ ഫാറ്റി ആസിഡ് ആക്കി മാറ്റുന്നു. ഈ FFA ലിവറിൽ വെച്ച് ബേൺ ആയിട്ട് ബൈ പ്രൊഡക്ട്സ് ആയ കീറ്റോൺസും ഗ്ലൂക്കോസും ഉണ്ടാകുന്നു. ഗ്ലൂക്കോസ് ഉണ്ടാകുമ്പോഴത്തേനും ബ്ലഡിൽ വീണ്ടും ഗ്ലൂക്കോസിന്റെ ലെവൽ കൂടി ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ടാകുന്നു. കീറ്റോൺസ് ബ്ലഡിന്റെ pH കുറച്ചിട്ട്, അത് അസിഡിക് നേച്ചറാണ്, pH കുറച്ച് മെറ്റാബോളിക് അസിഡോസിസും അതുപോലെ തന്നെ കിഡ്നിക്കൂടെ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ആയി പോകുമ്പോൾ കിഡ്നി ഡാമേജ് ഉണ്ടാക്കുന്നു. ഈ മെറ്റാബോളിക് അസിഡോസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, ടോപ്പിക്കാണ് ഈ കീറ്റോൺസും. ഇത് രണ്ടുമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്. ഓക്കെ, ഇത്രയാണ് പാത്തോഫിസിയോളജി. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് അസസ്മെന്റ്സ് എന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് സിറം ഗ്ലൂക്കോസ് ലെവൽ മോർ ദാൻ 300 mg. ഓൾറെഡി പറഞ്ഞു ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ട്, അതുപോലെ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം ഗ്ലൂക്കോസ് ടിഷ്യൂ സെൽസിൻ്റെ ഉള്ളിലേക്ക് പോകുന്നില്ല, അപ്പം നമ്മുടെ ബ്ലഡിൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് കുസുമോൾസ് റെസ്പിറേഷൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുസുമോൾസ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഡീപ്പ് റാപ്പിഡ് ബ്രീത്തിങ് ആണ്. ഇത് DKയിൽ ഉണ്ടാവും. പിന്നെ ഉള്ളത് മെറ്റാബോളിക് അസിഡോസിസിലാണ് ഉണ്ടാവുന്നത്. ഈ കുസുമോൾസ് റെസ്പിറേഷൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാൽ മെറ്റാബോളിക് അസിഡോസിസിൽ നമ്മുടെ ബോഡിയിൽ കീറ്റോൺസ് ആയിരിക്കും ഉണ്ടാകുന്നത്. കീറ്റോൺസ് കൂടുമ്പോഴത്തേനും, കീറ്റോൺസ് ആസിഡാണ്, ആസിഡ് കൂടുമ്പോഴത്തേനും ബ്ലഡിൻ്റെ pH കുറയും. അപ്പം എന്താ മെറ്റാബോളിക് അസിഡോസിസ് ഉണ്ടാവുമല്ലേ, അപ്പം ബ്ലഡിൻ്റെ pH കുറയുമ്പോഴത്തേനും അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ബോഡി തന്നെ ട്രൈ ചെയ്യും കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം മെറ്റാബോളിക്കിൻ്റെ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ കോമ്പൻസേറ്റ് ചെയ്യുന്നത് റെസ്പിറേറ്ററി വെച്ചിട്ടാണ്. അതായത് മെറ്റാബോളിക് അസിഡോസിസിൽ കീറ്റോൺസ് ബോഡി കൂടി pH കുറയുന്നു. അപ്പോൾ അതിന് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി pH കൂട്ടും. അതായത് റെസ്പിറേറ്ററി സിസ്റ്റം ലങ്സ് വഴി pH കൂട്ടാൻ ശ്രമിക്കും. ലങ്സ് വഴി എങ്ങനെ pH കൂട്ടുന്നത്? അതായത് ഒരുപാട് ശ്വാസം എടുത്ത് ഡീപ്പായിട്ടുള്ള റാപ്പിഡ് ആയിട്ടുള്ള ബ്രീത്തിങ് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ ഔട്ട് ആക്കിയിട്ടാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുസുമോൾസ് റെസ്പിറേഷൻ ഡീപ്പ് റാപ്പിഡ് ബ്രീത്തിങ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഫ്രൂട്ടി ഓർ അസറ്റോൺ ബ്രീത്ത്. ഇത് കീറ്റോൺസ് ഉള്ളതുകൊണ്ടാണ്, ബോഡിയിൽ കീറ്റോൺസ് ഉള്ളതുകൊണ്ടാണ് ഇതുപോലത്തെ ഫ്രൂട്ടി അല്ലെങ്കിൽ അസറ്റോൺ ബ്രീത്ത് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് ഹൈപ്പോകലീമിയ. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഇവിടെ ഹൈപ്പോകലീമിയ വന്നതെന്ന്. ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അസിഡോസിസിൽ എപ്പോഴും പൊട്ടാസ്യം കൂടുതലായിരിക്കും. കാരണം അസിഡോസിസിൽ ഹൈഡ്രജൻ അയോൺ കൂടുന്നു. ഹൈഡ്രജൻ അയോൺ എപ്പോഴും സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അപ്പം അവിടുത്തെ പൊട്ടാസ്യത്തെ സെല്ലിൻ്റെ ഉള്ളിലത്തെ പൊട്ടാസ്യത്തെ ബ്ലഡിലേക്കാണ് പുഷ് ചെയ്യുന്നത്. അപ്പം അസിഡോസിസിൽ സാധാരണ ബ്ലഡിൽ പൊട്ടാസ്യം കൂടുകയാണ് ചെയ്യാറ്. ഹൈപ്പർ കലീമിയാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഹൈപ്പോകലീമിയ ഉണ്ടായെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇവിടെ ഓൾറെഡി അസിഡോസിസ് ആണ്. അപ്പം നോർമലി അസിഡോസിസ് വരുമ്പോൾ ഹൈഡ്രജൻ അയോൺസ് പോയിട്ട് പൊട്ടാസ്യത്തെ ബ്ലഡിലേക്ക് ആക്കും. അപ്പോൾ ഇനിഷ്യലി DKയിൽ ഒന്നെങ്കിൽ പൊട്ടാസ്യം നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ ആയിരിക്കും ഇനീഷ്യലി. ഓക്കെ, അപ്പം ബ്ലഡിൽ സെല്ലിൻ്റെ ഉള്ളിൽ പൊട്ടാസ്യം ഒക്കെ കുറവാണ്. അപ്പം ബ്ലഡിൻ്റെ ഉള്ളിലാണ് കൂടുതൽ പൊട്ടാസ്യം വരുന്നത്. അപ്പോൾ ഈ പൊട്ടാസ്യത്തെ ഒന്നെങ്കിൽ യൂറിൻ വഴിയായിട്ട് ഒരുപാട്, ഇവിടെ പോളിയൂറി ഉണ്ട് DKയിൽ. അപ്പം യൂറിൻ വഴി ഗ്ലൂക്കോസ് പോകുന്നു, അതിൻ്റെ കൂടെ വാട്ടറും പൊട്ടാസ്യം ഒരുപാട് എക്സ്ക്രീറ്റ് ആയി പോകുന്നു. അപ്പം നമ്മുടെ സിറത്തിലുള്ള പൊട്ടാസ്യം പതുക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാണ്ട് ഇൻസുലിൻ നമ്മുടെ ബ്ലഡിലുള്ള പൊട്ടാസ്യത്തെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ ഇൻസുലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇൻസുലിൻ കുറവാണ്. അപ്പം നമ്മുടെ ബ്ലഡിലുള്ള പൊട്ടാസ്യം സെല്ലിലേക്ക് പോകുന്നില്ല. അങ്ങനെ ബ്ലഡിൽ പൊട്ടാസ്യം കൂടുന്നു. ആ പൊട്ടാസ്യം മൊത്തം യൂറിൻ വഴിയായിട്ട് കുറേയൊക്കെ ഔട്ടായി പോകുന്നു. അങ്ങനെ കുറേ യൂറിൻ വഴി ഔട്ടായി പോയിട്ട് അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഹൈപ്പോകലീമിയ ആവുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ ഇനിഷ്യലി ഒന്നെങ്കിൽ നോർമൽ അല്ലെങ്കിൽ ഹൈപ്പർ കലീമിയ ആയിരിക്കും. അതായത് ആസിഡ് കൂടുമ്പോഴത്തേന് ഹൈഡ്രജൻ അയോൺസ് പൊട്ടാസ്യത്തെ എല്ലാം കൂടെ ബ്ലഡിലേക്ക്
പുഷ് ചെയ്യും. അപ്പം ബ്ലഡിലേക്ക് പുഷ് ചെയ്യും. അപ്പം ബ്ലഡിലുള്ള സീറം പൊട്ടാസ്യം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പം ഇൻസുലിനാണ് നോർമലി പൊട്ടാസ്യത്തെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത്. എന്നാൽ ഇൻസുലിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴത്തേനും പൊട്ടാസ്യം സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാതെ എല്ലാം ബ്ലഡിൽ തന്നെ അക്യുമുലേറ്റ് ആവും. അപ്പോൾ ഈ അക്യുമുലേറ്റ് ആവുന്ന പൊട്ടാസ്യത്തെ യൂറിൻ വഴി പോളിയൂറി ഉണ്ടാവും. പോളിയൂറിയ ഗ്ലൂക്കോസ് കൂടുമ്പോൾ പോളിയൂറി ഉണ്ടാവും. ഈ പോളിയൂറി വഴി ഒരുപാട് വെള്ളം പോകുന്നതിൻ്റെ കൂടെ ബോഡിയിൽ ഉണ്ടായിരുന്ന ബ്ലഡിൽ ഉണ്ടായിരുന്ന പൊട്ടാസ്യം കൂടെ യൂറിൻ വഴിയായിട്ട് പോകും. അങ്ങനെയാണ് ഹൈപ്പോകലീമിയ ഉണ്ടാകുന്നത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോസിയ ആൻഡ് അബ്ഡോമിനൽ പെയിൻ. അബ്ഡോമിനൽ പെയിൻ നോസിയൊക്കെ ഉണ്ടാകും കാരണം നമ്മുടെ കീറ്റോൺസ് കൂടുമ്പോൾ അത് അസിഡിക് നേച്ചറാണ്. അപ്പം നമ്മളെ ബ്ലഡിൻ്റെ pH കുറയുമ്പോഴത്തേനും അത് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതുകൊണ്ടാണ് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകുന്നത്. പിന്നെ നെക്സ്റ്റ് പോളിയൂറിയ ആൻഡ് പോളിഡിപ്സിയ. പോളിയൂറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിയുമ്പോഴത്തേന് കിഡ്നി വഴിയായിട്ട് ഒരുപാട് ഗ്ലൂക്കോസ് എലോങ് വിത്ത് വാട്ടറിൻ്റെ കൂടെ ഓൾറെഡി പറഞ്ഞ പൊട്ടാസ്യത്തിൻ്റെ കൂടെയൊക്കെ ഒരുപാട് ഗ്ലൂക്കോസും പുറത്തു പോകും. ഈ ഗ്ലൂക്കോസ് പോകുന്നതിന് കൂടെ കുറേ വാട്ടറിനും കൂടെ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി ബോഡിയിൽ യൂറിൻ ഔട്ട്പുട്ട് കൂടും. അതാണ് പോളിയൂറിയ. ഇനി പോളിഡിപ്സിയ എന്ന് പറഞ്ഞാൽ എക്സസീവ് ടേസ്റ്റ് ആണ്. പോളിയൂറിയ ഒരുപാട് യൂറിൻ പോയി കഴിയുമ്പോൾ നമുക്ക് ദാഹിക്കും. അതാണ് പോളിഡിപ്സിയ. നെക്സ്റ്റ് ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ ഉണ്ടാവുന്ന കാരണം പോളിയൂറിയാണ്. പോളിയൂറിയ വഴി ഒരുപാട് യൂറിൻ ഔട്ട്പുട്ട് ഉണ്ടാവുന്നു. അതുമൂലം ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സിംറ്റമാണ് ഡ്രൈ സ്കിന്നും പുവർ ടർഗറും. ഓക്കെ, പിന്നെ വെയിറ്റ് ലോസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ വെയിറ്റ് ലോസ് ഉണ്ടാകാൻ കാരണം ഫാറ്റി ആസിഡ്സ് ബ്രേക്ക് ആവുന്നു. ഫാറ്റ്സ് ബ്രേക്ക് ഡൗൺ ആയി കഴിയുമ്പോഴാണ് വെയിറ്റ് ലോസ് ഉണ്ടാകും. നമ്മുടെ ബോഡിയിൽ വെയിറ്റ് നിൽക്കുന്നത് ഫാറ്റ് ആണല്ലോ മെയിനായിട്ട്. ഈ ഫാറ്റ് പോയി കഴിയുമ്പോഴത്തേനും ബോഡിയിൽ വെയിറ്റ് ലോസ് ഉണ്ടാവും. പിന്നെ ലെതാർജി. ലെതാർജി എന്ന് പറഞ്ഞാൽ ഭയങ്കര ടയേർഡ് ആയിരിക്കും. നമ്മുടെ ബോഡിയിൽ അഡിക്വേറ്റ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് എത്താത്തതുകൊണ്ട്, സെൽസിൽ എത്താത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ബ്രെയിനിലും ഒക്കെ ഭയങ്കര ടയേർഡ് ആയിരിക്കും. പിന്നെ അത് കോമയിലേക്ക് ലീഡ് ആവും. ഓക്കെ, ഇത്രയാണ് അസസ്മെന്റ്. ഒക്കെ നിങ്ങൾ എന്തുകൊണ്ടാണ് DK എന്തുകൊണ്ടാണ് ഈ സയൻസ് സിംറ്റംസ് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ക്വസ്റ്റ്യൻ വരുമ്പം ചിലപ്പോൾ സയൻസ് സിംറ്റംസ് മാത്രമായിരിക്കും തരുന്നത്. ചിലപ്പം ഇങ്ങനെ പറയും, പേഷ്യൻറ്റ് വന്നു അപ്പം ഷുഗർ ഉണ്ട്, അപ്പം പേഷ്യൻറ്റിന് ഡീപ്പ് ആൻഡ് റാപ്പിഡ് ബ്രീത്തിങ് ആയിരിക്കും എടുക്കുക. അപ്പം നിങ്ങൾ എന്തായിരിക്കും മാനേജ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം നിങ്ങൾ ഈ സയൻസ് സിംറ്റംസ് എല്ലാം തന്നെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഇന്റർവെൻഷൻസ് നോക്കാം. ഈ ഇന്റർവെൻഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. നമ്മൾ DK ആയിട്ട് വരുന്ന പേഷ്യന്റിന് ഫസ്റ്റ് കൊടുക്കുന്ന മാനേജ്മെന്റ് ആണ് IV നോർമോസലൈൻ കൊടുക്കുക. റാപ്പിഡ് ഇൻഫ്യൂഷൻ നോർമോസലൈൻ ആയിരിക്കും കൊടുക്കുക. ഇതാണ് ഫസ്റ്റ് മാനേജ്മെന്റ്. 0.9% ഓഫ് NS ആട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് മാനേജ്മെന്റ് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ്. സെക്കൻഡ് വൺ ഇൻസുലിൻ ആണ്. ഇവിടെ കൊടുക്കുന്നത് IV റെഗുലർ ഇൻസുലിൻ ആണ്. ഓൺലി റെഗുലർ ഇൻസുലിൻ മാത്രമാണ് IV കൊടുക്കാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഗ്ലൂക്കോസ് എപ്പോഴും മോണിറ്റർ ചെയ്യുക. ഇപ്പം 250 to 300 താഴേക്ക് പോയാൽ നമ്മൾ IV ഡെസ്ട്രോസ് കൊടുക്കുക. പേഷ്യന്റിന് ഡെസ്ട്രോസ് കൊടുക്കുക. അത് ഹൈപ്പോഗ്ലൈസീമിയ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, എപ്പോഴും 250 to 300 താഴെ പോയാൽ നമ്മൾ ഡെസ്ട്രോസ് കൊടുക്കുക DK പേഷ്യന്റിന്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോലൈറ്റ് മോണിറ്ററിങ്. ഇവിടെ പേഷ്യന്റിന് ഓൾറെഡി ഹൈപ്പോകലീമിയ ഉണ്ട്. അപ്പം നമ്മൾ പൊട്ടാസ്യം ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ECGയിൽ ചേഞ്ചസ് ഉണ്ടാവും, പിന്നെ ഹാർട്ടിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ പൊട്ടാസ്യം നോക്കുക. നെക്സ്റ്റ് വൺ ആണ് വാച്ച് ഫോർ സെറിബ്രൽ എഡിമ. ഇവിടെ പെട്ടെന്ന് നമ്മൾ ഇൻസുലിനൊക്കെ കൊടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് ഗ്ലൂക്കോസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഗ്ലൂക്കോസ് കുറയുമ്പോഴത്തേനും സെറിബ്രൽ എഡിമയിലേക്ക് അത് ലീഡ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി DK ഉള്ള പേഷ്യൻ്റെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുതലായിരിക്കും. അതുപോലെ കീറ്റോൺസ് കൂടുതലായിരിക്കും. ഈ കീറ്റോൺസും ഗ്ലൂക്കോസും ബ്ലഡിനെ കൂടുതൽ തിക്കാക്കി വെക്കും. അപ്പം തിക്കാകുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിന് അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി കാണും. ഈ തിക്കായിട്ടുള്ള ബ്ലഡുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോഴത്തേനും പെട്ടെന്ന് ഇൻസുലിൻ കൊടുത്ത് ഷുഗർ കുറയുമ്പോഴത്തേനും ആ ബ്ലഡിന്റെ ഗ്ലൂക്കോസ് കുറയുന്നു, അതുപോലെ തിക്നെസ് കുറയുന്നു, ബ്ലഡ് കുറച്ചും കൂടെ തിന്നായി മാറുന്നു. അപ്പം അങ്ങനെ തിന്നാകുമ്പോഴത്തേനും നമ്മുടെ വാട്ടറിനൊരു പ്രത്യേകതയുണ്ട്. വാട്ടർ എപ്പോഴും ഓസ്മോസിസ് വഴി ലോ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്ത് നിന്ന് ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലത്തേക്ക് പോകാനാണ് വാട്ടറിന് ഇഷ്ടം. അതായത് ഓസ്മോസിസ് എന്നാണ് അതിന് പറയുക. അതായത് ഫ്ലൂയിഡ്
ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ ഓൾറെഡി നമ്മൾ ഇൻസുലിനൊക്കെ കൊടുത്ത് പെട്ടെന്ന് ഷുഗർ കുറഞ്ഞു പോയപ്പോഴത്തേനും ബ്ലഡ് തിന്നാകുമ്പോഴത്തേനും നമ്മുടെ ഓൾറെഡി ബ്രെയിന് കുറച്ച് ടൈം എടുക്കും ഇക്വിലിബ്രിയത്തിലേക്ക് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി. അപ്പം പെട്ടെന്ന് അങ്ങനെ അവിടെ ബ്ലഡ് തിന്നാകുമ്പോഴത്തേനും ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷനിലേക്ക് ഫ്ലൂയിഡ് ഷിഫ്റ്റ് ആവും. അതായത് റാപ്പിഡായിട്ട് വാട്ടർ CSFിലേക്ക് ഷിഫ്റ്റ് ആവും. CSFിൽ ഇവിടെ ഹൈ കോൺസെൻട്രേഷൻ ആണുള്ളത്, അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ആവും. അപ്പത്തേനും അത് ഇൻട്രാക്രാനിയ പ്രഷർ കൂട്ടും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുമ്പോഴത്തേനും സെറിബ്രൽ എഡീമയിലേക്ക് ലീഡ് ചെയ്യും. അതുപോലെ തന്നെ ബ്രെയിനിലേക്ക് ഹെർണിയേഷൻ ഉണ്ടാകും. അതായത് ഫ്ലൂയിഡ് അക്യുമുലേഷൻ ഉണ്ടാകുമ്പോഴത്തേനും ബ്രെയിൻ ഹെർണിയേറ്റഡ് ആകും. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഷുഗർ എപ്പോഴും ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷുഗർ എപ്പോഴും 250 to 300 താഴെ പോയാൽ നമ്മൾ ഡെസ്ട്രോസ് കൊടുത്ത് അതിന് പെട്ടെന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നതിന് മെയിൻ റീസൺ ഇത് തന്നെയാണ്. അതുകൊണ്ട് ഷുഗർ എപ്പോഴും ചെക്ക് ചെയ്യുക. പെട്ടെന്ന് ഷുഗർ കുറയട്ടെ എന്ന് വിചാരിച്ച് പെട്ടെന്ന് ഷുഗർ താഴാൻ പാടില്ല. 250ക്ക് താഴോട്ട് പോകാൻ പാടില്ല. അത് ബ്രെയിൻ ഹെർണിയേഷന് കാരണം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് ഈ മാനേജ്മെന്റ് മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അത്രയ്ക്കാണ് മാനേജ്മെന്റ്. നമ്മൾ ഡി കെ ഓൾറെഡി പറഞ്ഞു. സിവിയർ ആയിട്ടുള്ള ഡെഫിഷ്യൻസി കൊണ്ടാണ് DK ഉണ്ടാകുന്നത്. അപ്പം മെയിനായിട്ട് എന്തെങ്കിലും ഇൽനെസ് ഒക്കെ വരുമ്പോഴാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോഴത്തേനും സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ കൂടുന്നു. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മളിപ്പം പേഷ്യൻസിന് ഇൻസുലിൻ ഉള്ള പേഷ്യൻസിന് ഇപ്പം അവരെന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ വയ്യാണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസുലിൻ കൊടുക്കാതിരിക്കല്. കാരണം അങ്ങനെ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ പേഷ്യന്റിന് സ്ട്രെസ് ഹോർമോൺസ് കൂടി ബോഡിയിൽ ഇപ്പോൾ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേനും കോർട്ടിസോൾ കൂടി നമുക്ക് ഗ്ലൂക്കോസ് ഒരുപാടുണ്ടാകും. അപ്പോൾ നമ്മൾ ഇൻസുലിൻ പ്രോപ്പറായിട്ട് കൊടുത്തില്ലെങ്കിൽ അത് DKയിലേക്ക് ലീഡ് ചെയ്യും. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഇപ്പോൾ റെഗുലറായിട്ട് ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ വരുവാണെങ്കിൽ ചിലപ്പം ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനിലൂടെ കൂടി ഇൻസുലിൻ കൂട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻസുലിന് എത്രയാണ് കൊടുക്കുന്നത് അതിൽ കൂടുതൽ ഇൻസുലിൻ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതും ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. ഇതൊക്കെ DK പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഉള്ള പോയിന്റ്സ് ആണ്, മാനേജ്മെന്റ്സ് ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആണ് DKയിൽ ഡീഹൈഡ്രേഷൻ മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ്, സൈനാണ്. അപ്പം നമ്മൾ ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾ അവർക്ക് ഇൻസുലിൻ റെഗുലർ ഇൻസുലിനാണ് IV ആയിട്ട് പെട്ടെന്ന് കൊടുക്കുക. പിന്നെ ഹൈപ്പോകലീമി. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള DKന്റെ മെയിൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, പേഷ്യൻ്റ് DK ഉണ്ട്, ഇപ്പം നോസിയ വോമിറ്റിംഗ് ആണ് പേഷ്യൻറ്റിന്, പൊട്ടാസ്യം 3.2, glucose 380 and pH 7.15. വാട്ട് ഈസ് എ നേഴ്സസ് പ്രയോറിറ്റി ഇൻ്റർവെൻഷൻസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇവിടെ പേഷ്യൻറ്റ് നോസിയ വോമിറ്റിംഗ് ആണ്, പൊട്ടാസ്യം 3.2 ആണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പൊട്ടാസ്യത്തിൻ്റെ നോർമൽ വാല്യൂ 3.5 to 5.2 ആണ്. അപ്പോൾ ഇവിടെ 3.2 ആണ്. അപ്പം പൊട്ടാസ്യം കുറവാണ്. പൊട്ടാസ്യം ഇവിടെ കുറവാണ്. ഓക്കെ, ഷുഗർ ഷുഗർ ഇവിടെ കൂടുതലാണ്. അതുപോലെ pH നോക്കിയപ്പോൾ pH 7.15 ആണ്. pHന്റെ നോർമൽ വാല്യൂ 7.35 to 7.45 ആണ്. 7.45 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ pH 7.15 ആണ്. അപ്പം pH കുറവാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അസിഡോസിസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആസിഡ് ബേസിൻ്റെ ഒക്കെ ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇത് മനസ്സിലാവും. ഓക്കെ, ഇവിടെ pH കുറവാണ്. അപ്പം മെറ്റാബോളിക് അസിഡോസിസ് ഉണ്ട്, പൊട്ടാസ്യം കുറവാണ്, ഷുഗർ കൂടുതലാണ്. ഇതൊക്കെയാണ് ഇപ്പം പേഷ്യൻ്റിനുള്ളത്. അപ്പം നിങ്ങൾ എന്താണ് പ്രയോറിറ്റി ഇൻ്റർവെൻഷൻ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ ഈ പേഷ്യൻസിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് വേണം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് IV ഇൻസുലിൻ ഇമ്മീഡിയറ്റ്ലി. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കുന്ന ഓപ്ഷൻ A ആണോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇൻസുലിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ചോദിക്കും. ഓക്കെ, ഇവിടെ ഇൻസുലിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പൊട്ടാസ്യം ഓൾറെഡി കുറവാണ്, ഹൈപ്പോകലീമിയാണ് ഓൾറെഡി പേഷ്യൻറ്റ്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇൻസുലിൻ പൊട്ടാസ്യത്തെ ബ്ലഡിൽ നിന്ന് സെല്ലിലേക്ക് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുമെന്ന്. അതായത് ഇൻസുലിൻ പൊട്ടാസ്യത്തെ ബ്ലഡിൽ നിന്ന് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പക്ഷെ നമ്മുടെ പേഷ്യൻറ്റിന് ഇവിടെ ഓൾറെഡി പൊട്ടാസ്യം ബ്ലഡിൽ കുറവാണ്. അപ്പം നമ്മൾ പൊട്ടാസ്യം ഇവിടെ ബ്ലഡിൽ കുറവാണ്. അപ്പോൾ ഇൻസുലിൻ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ബ്ലഡിൽ ഉണ്ടായിരുന്ന ഈ പൊട്ടാസ്യം
കൂടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പത്തേനും വീണ്ടും പൊട്ടാസ്യം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻസുലിൻ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഇൻസുലിൻ സ്റ്റാർട്ട് ചെയ്യണം, പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ പൊട്ടാസ്യം മാനേജ് ചെയ്തിട്ട് വേണം ഇൻസുലിൻ കൊടുക്കാൻ. അല്ലെങ്കിൽ ബ്ലഡിലുള്ള പൊട്ടാസ്യം വീണ്ടും സെല്ലിലേക്ക് പോയിട്ട് വീണ്ടും സിവിയർ ആയിട്ടുള്ള ഹൈപ്പോകലീമിയ ഉണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് അഡ്മിനിസ്റ്റർ പൊട്ടാസ്യം ബിഫോർ ഇൻസുലിൻ തെറാപ്പി. ഇത് കറക്റ്റ് ആണ്, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞു പൊട്ടാസ്യം കൊടുത്തിട്ട് ഇൻസുലിൻ കൊടുക്കണം. അല്ലെങ്കിൽ പൊട്ടാസ്യം ഉള്ള പൊട്ടാസ്യം പിന്നെയും സെല്ലിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും സിവിയർ ആയിട്ടുള്ള ഹൈപ്പോകലീമിയ ഉണ്ടാവും. നെക്സ്റ്റ് എൻകറേജ് ഓറൽ ഫ്ലൂയിഡ്. നമ്മളിവിടെ ഓറൽ ഫ്ലൂയിഡ് കൊടുത്തിട്ട് പെട്ടെന്നുള്ള ആക്ഷൻ കിട്ടാൻ മാനേജ്മെന്റിന് വേണ്ടി നമ്മൾ IV ഫ്ലൂയിഡ്സ് ആണ് കൊടുക്കുന്നത്. ഓറൽ ഫ്ലൂയിഡ്സ് നമുക്ക് പറയാം, ഓക്കെ. പക്ഷേ ഇവിടുത്തെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അത് പേഷ്യന്റ് ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ IV ഫ്ലൂയിഡ്സ് ആണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്, ഓറൽ ഫ്ലൂയിഡ്സ് അല്ല. അതുകൊണ്ട് അത് റോങ് ആണ്. സ്റ്റാർട്ട് IV ഡെസ്ട്രോസ്. ഇവിടെ IV ഡെസ്ട്രോസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഓൾറെഡി 380 ആണ്. IV ഡെസ്ട്രോസ് കൊടുക്കേണ്ടത് നമ്മൾ ഇൻസുലിൻ കൊടുക്കുന്ന പേഷ്യന്റിന് 250 to 300 മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അതിൽ കുറഞ്ഞു പോയ ഹൈപ്പോഗ്ലൈസീമിയും സെറിബ്രൽ എഡിമയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയേ നമ്മൾ ഡെസ്ട്രോസ് കൊടുക്കത്തുള്ളൂ, അല്ലാണ്ട് നമ്മൾ കൊടുക്കൂല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ചൈൽഡ് വിത്ത് DKA develops headache, vomiting, bradycardia and lethargy. What is the priority action? ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് സിംറ്റംസ് പഠിക്കണം എന്ന് പറയുന്നത്. DK ഉള്ള പേഷ്യന്റ് പെട്ടെന്ന് ഹെഡേക്ക് ഉണ്ടായി, വോമിറ്റിംഗ് ഉണ്ടായി, ബ്രഡിക്കാർഡിയ ആൻഡ് ലെഥാർജി ഉണ്ടായി. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സെറിബ്രൽ എഡിമയാണ്. ഓക്കെ, അല്ലെങ്കിൽ ICP കൂടുതലാണ്. ICP കൂടി, അത് എന്തുകൊണ്ടായിരിക്കും ICP കൂടിയത്? പെട്ടെന്ന് ബ്രെയിനിലേക്ക് CSFിലേക്ക് ബ്ലഡിന് ലീക്കേജ് ഉണ്ടായി, അതുകൊണ്ടാണ് സെറിബ്രൽ എഡിമ ഉണ്ടായി. ഇതൊക്കെ സെറിബ്രൽ എഡിമേൻ്റെയും ICP കൂടുന്നതിൻ്റെയൊക്കെ സൈനാണ്. ഓക്കെ, ഇനി എന്താണ് ഇവിടുത്തെ പ്രയോറിറ്റി ആക്ഷൻ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ, കണ്ടിന്യൂ ഇൻസുലിൻ ഇൻഫ്യൂഷൻ. ഓക്കെ, നമ്മൾ ഈ പേഷ്യന്റിന് ഈ സൈനൊക്കെ വന്നിട്ട് നമ്മൾ ഇൻസുലിൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ പേഷ്യന്റ് ഈ സൈൻ മാറത്തില്ല. നമ്മൾ അതിന് ഈ സൈൻസ് അല്ലെങ്കിൽ സെറിബ്രൽ എഡിമ മാറാനുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. അപ്പം ഓപ്ഷൻ A റോങ് ആണ്. ഓക്കെ, സെക്കൻഡ് വൺ, അഡ്മിനിസ്റ്റർ IV മാനിറ്റോൾ ഓർ ഹൈപ്പർട്ടോണിക് സലൈൻ ആൻഡ് നോട്ടിഫൈ ദ ഫിസിഷ്യൻ. ഓക്കെ, ഇവിടെ മാനിറ്റോൾ കൊടുക്കുന്നത് നമ്മുടെ സെറിബ്രൽ എഡിമ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ മാനിറ്റോളും ഹൈപ്പർട്ടോണിക് സലൈനൊക്കെ കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഡോക്ടറെ ഇൻഫോം ചെയ്യുക. ഇതൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്, കാരണം മാനിറ്റോൾ കൊടുത്തിട്ട് സെറിബ്രൽ എഡിമ കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ മാനിറ്റോൾ കൊടുക്കുന്നത്. ഓക്കെ, ഗീവ് C ആണ്, ഗീവ് റാപ്പിഡ് IV ഡെസ്ട്രോസ്. ഇവിടെ IV ഡെസ്ട്രോസ് കൊടുത്തിട്ട് കാര്യമില്ല, ഇവിടെ ഓൾറെഡി സെറിബ്രൽ എഡിമ, അപ്പം നമ്മൾ അതിനുള്ള മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഇൻക്രീസ് IV ഫ്ലൂയിഡ്സ്. ഇവിടെ ഓൾറെഡി എഡിമയുള്ള പേഷ്യന്റിന് വീണ്ടും നമ്മൾ ഫ്ലൂയിഡ് ഇൻക്രീസ് ചെയ്യാൻ പാടില്ല. അപ്പം കറക്റ്റ് ആൻസർ B ആണ്, നമ്മൾ മാനിറ്റോൾ കൊടുത്തിട്ട് സെറിബ്രൽ എഡിമ മാനേജ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. Which IV fluid is most appropriate to start first in DK? DK ഉള്ള പേഷ്യന്റിന് ഫസ്റ്റ് കൊടുക്കുന്ന IV fluids ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻ നോക്കാം. 0.9% of NS, 5% ഡെസ്ട്രോസ്, RL 0.45% of NS. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, ഇത് 0.9% NS ആണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നതെന്ന്. അതായത് ഫ്ലൂയിഡ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത് 0.9% NS വെച്ചിട്ടാണ്. ഓക്കെ, എത്രയാണ് DK? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സുകൾ ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനും ടിപ്സിനും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.